കഴിയട്ടെ. എസെക്കിയേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് പകൽ വ്യക്തിപരമായി ചിലരോട് സംസാരിക്കേണ്ടതിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ഞായറാഴ്ച നൽകാനുള്ള സന്ദേശത്തിന് വേണ്ടി ജാഗരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എല്ലാ പ്രതീക്ഷയും അവസാനിച്ച ചിലർ, ലോകവും വൈദ്യശാസ്ത്രവും മനുഷ്യരും അറിവുള്ളവരും എല്ലാം പറയുന്നു, സഹോദരി, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. ഭംഗം വന്ന പ്രത്യാശ എന്ന കർത്താവിൻ്റെ ആത്മാവ് ഈ രാവിലെ ദൈവസഭയോട് പറയാൻ ഒരു ദൂത് കൈമാറി തരിക. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. ഞങ്ങളുടെ പ്രിയ കർത്താവ്, ഞങ്ങളുടെ വചനം ശക്തിയുള്ള വചനമാണ്, ജീവനുള്ള വചനമാണ്. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോഴും അത് വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിൻ്റെ ജനത്തിലേക്ക് വചനം കടന്നു എന്ന് വലിയൊരു വിടുതലായി തീർക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് ആ സന്ദേശത്തിലൂടെ നൽകിയ ദൂതിൻ്റെ തലക്കെട്ടിതാണ്, ഭംഗം വന്ന പ്രത്യാശ, പക്ഷേ ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അതിന്നും തീർന്നു പോകാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ബലഹീനനായ, ജഡാനര ബാധിച്ച, പ്രായാധിക്യത്തിലെത്തിയ, ശക്തി ക്ഷയിച്ചു പോയ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഈ ലോകത്തിലെ പല ദൈവങ്ങൾക്കും ആണ്ടിൽ, 2 ആണ്ടിൽ, 7 ആണ്ടിൽ ഒക്കെ അവരെ ശക്തീകരിക്കാൻ വേണ്ടി പൂജകളും കാഴ്ചകളും പ്രാർത്ഥനകളും നടത്തേണ്ടി വരിക. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞുപോയി, ആ ആലയത്തിൻ്റെ ശക്തി കുറഞ്ഞുപോയി, അവിടുത്തെ ദൈവങ്ങളുടെ ശക്തി കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിൽ പലരും അതിനുള്ള പൂജ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ദൈവം ശക്തി കുറയുന്നവനല്ല, അവൻ പുരാതനനായ ദൈവമാണ്. അവൻ പുരാതനനായ ദൈവമാണ്. അവൻ്റെ കരം കുറുകാത്ത കരമാണ്. അവൻ്റെ ശക്തിയും അവൻ്റെ നിത്യതയും അപ്രമേയമാണ്. അത് അളവില്ലാത്തതാണ്, അത് അവർണ്ണനീയമാണ്. അവൻ നിത്യനായ ദൈവമായതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എസെക്കിയേൽ പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം ഇസ്രയേലിൻ്റെ ഒരു വലിയ ചിത്രമെടുത്ത് മുൻപിൽ നിർത്തി കാണിക്കുക. പ്രവാചകനായ എസെക്കിയേലിനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന ദൂതിൻ്റെ പ്രഥമ ഭാഗം 1-ാം വാക്യത്തിൽ തുടങ്ങുക. എസെക്കിയേലിനെ ദൈവം വിളിച്ചിട്ട് പറയുന്നു, ചിതറിക്കിടക്കുന്ന വലിയ ഒരു അസ്ഥിക്കൂമ്പാരങ്ങൾ, അത് ഏറ്റവും ഉണങ്ങിക്കിടക്കുക, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അസ്ഥിയോടെ ബന്ധം വിട്ടുകിടക്കുന്നു. പ്രവാചകൻ ഈ ദർശനം ഇങ്ങനെ കാണുക. യഹോവയായ ദൈവം തൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് നീ തന്നെ ഉത്തരം പറയണം. ഇതിൻ്റെ കിടപ്പ്, ഇതിൻ്റെ കാഴ്ച, ഇതിൻ്റെ അവസ്ഥ പ്രവാചകൻ ദർശിച്ചപ്പോൾ
തനിക്ക് മനസ്സിലായി ഇത് നോക്കി ഒരു ഉത്തരം പറയാൻ തനിക്ക് പ്രാപ്തിയില്ല. താൻ ദൈവത്തോട് കൈമലർത്തി പറഞ്ഞു, കർത്താവേ, എനിക്കിതിനൊരു ആൻസർ തരാൻ വയ്യ. ഞാനിതിൻ്റെ കിടപ്പ് കണ്ടിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ സാഹചര്യം നോക്കിയിട്ട് എനിക്ക് കൃത്യമായൊരു ഉത്തരം ഇതിലൂടെ നൽകാൻ പ്രാപ്തനല്ല ഞാൻ. നീ അറിയുന്നു. കർത്താവ് വിട്ടില്ല. പ്രവാചകനോട് ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ഡ്യൂട്ടി നിനക്ക് ഞാൻ തരാൻ പോകുക, ഒരു ദൗത്യം നിന്നെ ഞാൻ പരമേൽപ്പിക്കാൻ പോകുക. ഈ താഴ്വരയിലേക്ക് നീ ഇറങ്ങി ഈ ചിതറി ചിന്നിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരങ്ങളുടെ ഇടയിലൂടെ നീ നടന്ന്, നീ ഇതിനോട് ചുറ്റി നടന്ന് നീ ഇതിനോട് പ്രവചിക്കണം. സ്തോത്രം. പ്രവാചകനെ പരമേൽപ്പിക്കുന്ന ദൗത്യം ഈസി അല്ല കേട്ടോ. വലിയ ഗൗരവമുള്ളൊരു സബ്ജക്റ്റ് ദൈവം പരമേൽപ്പിക്കുക. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്നാമത്തെ ദൂത് ഞാൻ കൈമാറട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ട, യാതൊരു സാധ്യതയും ഇല്ലാത്ത, എല്ലാ വിധത്തിലും ആമേൻ ഇനി മുൻപോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാത്ത ചില വിഷയങ്ങളുടെ മുൻപിൽ നീ അകപ്പെട്ട് നിൽക്കുമ്പോഴും ദൈവത്തിന് അവിടെ നിന്ന് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്. അത് കേൾക്കാൻ നീ തയ്യാറായാൽ, അതനുസരിക്കാൻ തയ്യാറായാൽ, അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവാത്മാവ് എന്നെ ഒരു കാര്യം ഗ്രഹിപ്പിച്ചു. നമ്മളിൽ പലരും ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല. ചിലരൊക്കെ ഇതിന് ചുറ്റും നടക്കാൻ ദൈവം ചിലർക്ക് ദർശനം കൊടുത്തോ, ആലോചന കൊടുത്തോ, വെളിപ്പാട് കൊടുത്തോ ഒക്കെ നീ പോലും അറിയാതെ രാത്രിയുടെ യാമങ്ങളിലും ഇന്നലകളിലും നിൻ്റെ വീടിന് ചുറ്റും നിൻ്റെ പേര് പറഞ്ഞും ഹെബ്രോൻ സഭയിലെ ഓരോ കുടുംബത്തിനും വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും ചിലരൊക്കെ ഉണ്ട്. അവർ ചുറ്റാനുള്ളത് കൊണ്ട്, അവർ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനുള്ളത് കൊണ്ട്, അവർ നിനക്ക് വേണ്ടി ജാഗരിക്കാനുള്ളത് കൊണ്ട് ഇന്ന് നീ നിൽക്കുന്നത്, അവൻ നമ്മെ നിർത്തിയിരിക്കുന്നത് അവന്റെ ദയ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വാചകനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ഇതിന് ചുറ്റി നടക്കണം. പൗലോസ്ലീഹായ്ക്ക് നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ആമൻ തന്നെ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ച് ഇട്ടിട്ട് കടന്നു പോയെന്നാണ് എഴുതിയേക്കുന്നത്. പൗലോസ് മരിച്ചെന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോയ പൗലോസിൻ്റെ മൃതശരീരം ഉറപ്പുവരുത്തിയ ആമൻ പ്രതിയോഗികൾ മരണത്തിൻ്റെ ആ നാടിയിടുപ്പും നിലച്ചെന്ന ബോധ്യത്താൽ ആ മൃതശരീരം വഴി സൈഡിൽ ഇട്ടിട്ട് അവർ കടന്നു പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ശിഷ്യന്മാര് അവര് പോയി കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ബോഡിയുടെ അരികിലേക്ക് വന്നു. അവിടെ എഴുതിയത് അവർ ചുറ്റും നിന്നു. രക്തത്താൽ ജയം. ഹല്ലേലൂയ. അല്പസമയം അവർ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തായിരിക്കാം അവർ പ്രാർത്ഥിച്ചത്? ഇന്ന് പകൽ നിനക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും നിൽക്കാനായി ആമേൻ ചിലരുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അത് ചുറ്റും നിൽക്കുന്നത് മറ്റാരുമല്ല, അത് ദൈവസഭയാണ്. സഭ നിനക്ക് ചുറ്റും നിൽക്കാനുള്ളത് കൊണ്ട്, ചിലർ നിനക്ക് ചുറ്റും നിൽക്കാനുള്ളത് കൊണ്ട്, ശത്രു വാദിച്ച, വെല്ലുവിളിച്ച എത്രയെത്ര വിഷയങ്ങളിൽ, ഇന്നലകളിൽ ദൈവം നിന്റെ പ്രാണനെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു നിർത്തി. സകല പ്രതീക്ഷയും അസ്തമിക്കുന്നിടത്ത്, ലോകം നോ എന്ന് പറയുന്നിടത്ത്, ഞാൻ പറയാം ആമേൻ മരണം അവകാശം പറയുന്ന ചില വിഷയങ്ങൾ, ശത്രു ക്ലെയിം ചെയ്യുന്ന ചില വിഷയങ്ങൾ, രോഗം അവകാശം പറയുന്ന വിഷയങ്ങൾ, അന്ധകാര ശക്തികൾ നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങൾ, അത് ഏറ്റെടുക്കാൻ ഈ ഭൂമിയിൽ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് വേർപെട്ട ദൈവമക്കളാ, അത് പ്രാർത്ഥിക്കുന്ന സഭകളാ, അത് കരയുന്ന ദൈവമക്കളാ. അവരെവിടെയൊക്കെ മുഴങ്കാലും അടക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ജയം കൈവരിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതാ. ഒരു ഭവനത്തിൽ ഒരു വിഷയം വന്നാൽ, ഒരു വീട്ടിലൊരു പ്രതിസന്ധി നേരിട്ടാൽ, ഒരു കുടുംബം ഒരു അതിവേദനയിലൂടെ കടന്നുപോയാൽ അറിയുന്നവരത് പരിഹാസ വിഷയമാക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. അത് ഫോർവേഡ് ചെയ്ത് 4 പേരുടെ മുൻപിൽ ആമേൻ തലകുനിക്കുന്ന വിഷയമാക്കുകയല്ല ചെയ്തത്. ആ വിഷയം ഏറ്റെടുക്കാനും അതിനു വേണ്ടി മുട്ടുമടക്കാനും അതിനു വേണ്ടി പ്രാർത്ഥിക്കാനും അതിൻ്റെ മുമ്പിൽ താണു വീണ് കരയാനും ഒരു പറ്റം ദൈവജനം പിതാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ മരണത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലതിനെ
പിടിച്ചു വാങ്ങിയവരാണ്. ഇന്ന് പകൽക്കാലം ശത്രു വാദിച്ച എത്ര വിഷയങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ജയം പ്രാപിച്ച അമ്മമാരെ, കർത്തൃദാസിമാരെ, സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളിലുണ്ട്. ഹല്ലേലൂയ. അതിന് ഭക്തനോട് ചേർന്ന് നമുക്കൊന്ന് പറയാനുണ്ട്. അവൻ്റെ പല്ലിന് ഞങ്ങളെ ഇരയായി കൊടുക്കാകയാൽ, അവൻ്റെ പല്ലിന് ഞങ്ങളെ ഇരയായി കൊടുക്കാകയാൽ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇന്നലകളിൽ ശത്രു അവൻ്റെ പല്ലുകളും ഉപയോഗിച്ച് നിന്നെ കടിച്ചു കീറുവാൻ, നിന്റെ കുടുംബത്തെ കടിച്ചു കീറുവാൻ, നിന്റെ തലമുറയെ കടിച്ചു കീറുവാൻ അവൻ മുഴുശക്തിയോടെ വന്നപ്പോൾ അവന്റെ പല്ലിന് നമ്മെ ഇരയായി കൊടുക്കാഞ്ഞ ദൈവത്തിന്റെ സ്നേഹമോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. 30-ാം സങ്കീർത്തനം 11-12 വാക്യം ഒന്ന് വായിച്ചാട്ടെ. കാണാതറിയാവുന്നൊരു വചനമാണ്. 30-ാം സങ്കീർത്തനം 11-12 വാക്യം. നീ എൻ്റെ വിലാപത്തെ, എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് രാത്രി ഈ പകൽ ഈ ആരാധനയിൽ ധൈര്യത്തോടെ പറയാൻ? എൻ്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. ഇന്നലകളിൽ ശത്രു വിലാപം ഉയർത്തിവിടുവാൻ അവൻ ഒരുക്കിയ എത്രയോ കണികളെ എൻ്റെ ദൈവം എനിക്ക് നൃത്തമാക്കി തന്നെന്നറിയാമോ? നീ എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിലാപഗീതങ്ങൾ ഉയർത്തുവാൻ അല്ല, നിന്നെ അണിയിക്കുവാൻ അവൻ ഹല്ലേലൂയ രട്ടിൻ്റെ വസ്ത്രവുമായി പദ്ധതി ഒരുക്കിയെടുത്ത് അവൻ നിന്നെ രക്ഷാവസ്ത്രം അണിയിച്ച് അവൻ നിനക്ക് സമാധാനം തന്ന്, അവൻ എനിക്ക് സന്തോഷം തന്ന്, അവൻ എനിക്ക് വിടുതൽ തന്ന ദൈവമാകിയോ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദാസൻ ഇവിടെ വിളിച്ചു പറയാം, ദൈവം നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ രട്ടിനെ അഴിച്ച് സന്തോഷമുടിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഈ വായിച്ച വാക്യഭാഗത്തേക്ക് വരട്ടെ. ഇസ്രായേൽ ആമേൻ ഒരുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഒരു കാലത്ത് വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു. ഒത്തിരി ആലോചനകളും ദൂതുകളും കേട്ടിട്ടുണ്ട്. കേട്ട നാളുകളിലൊക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. കാലപ്പഴക്കത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി യാതൊരു സാധ്യതയുമില്ല. ഇനി ഒരു മറുപടി കാത്തിരിക്കേണ്ട സാഹചര്യമില്ല. ഇനി ഒരു വിടുതൽ കാക്ഷിക്കുവാൻ ഒരു നാമ്പും ശേഷിക്കുന്നില്ല. എല്ലാ വിധത്തിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മണ്ഡലത്തിലേക്ക് കടന്നുപോയിരിക്കുക. ഇസ്രായേൽ പറയുന്ന വാക്ക, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. പുറത്തുള്ളവരും സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് സ്വയം സമ്മതിച്ചു, യാതൊരു സാധ്യതയും മുമ്പിലില്ല. ചില ഫോൺ കോൾ, ചില സന്ദേശങ്ങൾ, ചില മെസ്സേജുകൾ വന്നു തുടങ്ങി. യാതൊരു രക്ഷയില്ല കേട്ടോ, യാതൊരു രക്ഷയില്ല. ഞങ്ങൾ കണ്ടതാ, അല്ലെ ഞങ്ങൾ അറിഞ്ഞതാ, ഞങ്ങൾ കേട്ടതാ. പല വാർത്തകൾ ഭക്തന്മാരുടെ കാതുകളിലേക്ക് എത്തി. അവരെ നോക്കിയിട്ട് പറയാ, തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി യാതൊരു സാധ്യതയ്ക്കും മുൻപിൽ ലാഞ്ചനകളില്ല, ഒരു പ്രതീക്ഷയ്ക്കും വഴിയില്ല, ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് വാർത്ത കേട്ട് സകല പ്രതീക്ഷയും മങ്ങിയ ജനത്തിൻ്റെ കാതിൽ വസ്തുതകളുടെ വിവരങ്ങളുടെ റിപ്പോർട്ടും കൂടെ എത്തിയപ്പോൾ ആകെ തളർന്ന് എല്ലാ വിധത്തിലും ബലം ക്ഷയിച്ച് ആമൻ കുഴഞ്ഞ് മടുത്ത് ആകുല ചിന്തയും ഭയവും ഭാരവും ഹൃദയത്തിൽ കയറി നിരാശയുടെ അടിത്തട്ടിലേക്ക് അവർ ഇറങ്ങിയിരിക്കുകയാണ്. രക്തത്താൽ ജയം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുക, ശത്രു നിൻ്റെ അരികിൽ കൊണ്ടുവരുന്ന വാർത്തകൾ ഒരുപക്ഷെ അത് കറക്റ്റായിരിക്കാം. പക്ഷേ വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, നാം സേവിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ എന്ന നിലയിൽ ആ വാർത്തയ്ക്ക് മീതെ ഒരത്ഭുതമുണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും?
നീ അറിഞ്ഞതും നീ കേട്ടതും നീ കണ്ടതും നിന്റെ അരികിലെത്തിയതും നിന്നോട് പറഞ്ഞതും എല്ലാം ഒരുപക്ഷെ ലോകപ്രകാരം വാസ്തവമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു വാഗ്ദത്ത നിവർത്തിയുടെ പൂർത്തീകരണത്തെ ചെയ്യാൻ കഴിയുന്ന എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നലകളിൽ അത്ഭുതം പ്രവർത്തിച്ചവൻ, അവൻ ഇന്നലകളിൽ വഴികളെ തുറന്നവൻ, അവൻ ഇന്നലകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ, അവൻ ഇന്നും പ്രവർത്തിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ഉറപ്പുള്ള ദൈവമാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ജനത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം വസ്തുതകളെല്ലാം കറക്റ്റായിട്ട് അവരുടെ മുമ്പിൽ നിരത്തി. നിങ്ങൾ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് ഇനിയൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. നിങ്ങൾ അറിഞ്ഞു തുടങ്ങി, നിങ്ങളുടെ അടുത്ത് ചില റിപ്പോർട്ട് എത്തി, അത് യാഥാർത്ഥ്യമാണ്. ഇനി അതിനു വേണ്ടി കാത്തിരിക്കണ്ട. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് കഴിഞ്ഞാൽ ചിലത് പറയാൻ തുടങ്ങി. രക്തത്താൽ ജയം എന്താ പറഞ്ഞേക്കുന്നത്? വായിച്ചേ അടുത്ത വാക്യം. പറയേണ്ടത് യെസ് ലോകം പ്രതീക്ഷ തീർന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ദൈവം ഒരു പടിയും കൂടെ ഇറങ്ങി പറഞ്ഞു, എൻ്റെ ജനമേ ഇപ്പോൾ എവിടെ ആയിരിക്കുക? ശവക്കുഴി എന്ന് പറഞ്ഞാൽ ഇനി ഒരു സാധ്യതയുമില്ല. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ചിന്തയിലേക്ക് അവരുടെ ചിന്ത വരെ കടന്നെത്തി. സാധ്യതകളെല്ലാം അസ്തമിച്ചു. രക്തം ജയം. കർത്താവ് അവരോട് നോക്കിയിട്ട് പറയുക, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവുക. ലോകം പറഞ്ഞതിനപ്പുറത്ത് എനിക്കൊന്നുകൂടെ പറയാനുണ്ട്. എസെക്കിയേലിനോട് പറയാം, നീ എൻ്റെ ജനത്തോട് പറയണം, ആമേൻ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞ വാക്യത്തിൻ്റെ ആഴം ഇന്നു പകൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. മരണത്തിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് നിന്നെ പുറത്തെടുത്ത് ജീവനോടെ നടത്തിയ ദൈവം ഇന്നലകളിൽ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പഴങ്കഥയല്ല. അവൻ ഇന്നും അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഗൗരവമായി അറിയണം. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് നീ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ തയ്യാറായാൽ, വിധി എഴുതുന്ന ശത്രുവിൻ്റെ മുൻപിൽ, തലകുലിക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ, പരിഹസിക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ, വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ നിന്റെ പ്രാണനെ, നിന്റെ ജീവനെ, നിന്റെ കുടുംബത്തെ ഉയർത്തി നടത്താൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ എഴുതിയിരിക്കുക, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറക്കും. ഓ ഹല്ലേലൂയ. ശവക്കുഴി അത് നാറ്റം വയ്ക്കുന്നിടമാ, അത് മനുഷ്യൻ വെറുക്കുന്നിടമാ, അത് ആരും അങ്ങോട്ട് പോകാൻ അനുവദിക്കാത്തിടമാ. ലാസറിൻ്റെ വീട്ടിലോട്ടൊന്ന് ചെന്നേ. യേശു വിവരമറിഞ്ഞ വീട്ടിൽ ചെല്ലുക. രണ്ട് സഹോദരിമാരവിടെ ഭയങ്കര കരച്ചിലൊക്കെയാ. പക്ഷേ കർത്താവ് കല്ലറയ്ക്കിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, പ്ലീസ് നീ അങ്ങോട്ട് പോകണ്ട. എന്നാൽ ഇന്ന് പകൽ ആ കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുക. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുക, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ചില രേഖകളെ തിരുത്തി എഴുതാൻ പോകുന്ന ദൈവം, ചില വിധിയെഴുത്തുകളെ മായിക്കുന്ന ദൈവം, നിനക്ക് വിരോധമായി ശത്രു എഴുതിയ ചില രേഖകളും വാർത്തകളും വാർത്താ പ്രചരണങ്ങളും ഒരുപക്ഷെ നിന്റെ മുൻപിൽ ചോദ്യചിഹ്നമായി ഉയർന്നേക്കാം. അതിനെ മാറ്റാൻ കഴിയുന്ന, അതിനെ മറിക്കാൻ കഴിയുന്ന, അതിനെ തിരുത്താൻ കഴിയുന്ന, അതിൻ്റെ മുൻപിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം ഇന്നു ജീവിക്കുന്നവനോ. യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിക്കുന്ന ചില പോരുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ.
ആരാധിച്ച് ജയമെടുക്കട്ടെ. ദൈവത്തിൻ്റെ ജനം ചില വിടുതൽ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ഒരു നല്ല ഫാമിലിയാണ്, നന്നായി പ്രാർത്ഥിക്കുന്നൊരു കുടുംബമാണ്, ഒത്തിരി ദൈവഭക്തിയുള്ളൊരു കുടുംബമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. പേര് സക്കറിയാവും എലിസബത്തും. വളരെ ദൈവത്തെ ഭയപ്പെട്ടൊരു കുടുംബം. ഇത്രമാത്രം പ്രാർത്ഥിച്ച, ഇത്രമാത്രം ദൈവത്തെ ഭയപ്പെട്ട, ഇത്രയ്ക്കുമേൽ ദൈവത്തെ സ്നേഹിച്ച, മനസ്സറിഞ്ഞ, ആർക്കും ഒരു ദോഷം ചെയ്യാത്ത, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ജീസസ്. ശത്രു പക്ഷേ അവരുടെ നേരെ ഒരു വിധി എഴുത്തൊരു വലിയ ബോർഡ് എഴുതി കെട്ടിയിരിക്കുക. ഇല്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇനി ഒരു മറുപടിക്കും സാധ്യതയില്ല. വർഷങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ പറയാറുണ്ട്, അവർ പ്രാർത്ഥനയുടെ ശൃംഖലകൾ എവിടെയെല്ലാം കടത്തിവിട്ട് കാണും, അവർ ഉൾപ്പെട്ട സഭയിൽ പറഞ്ഞു കാണും, അവരുടെ ശുശ്രൂഷ മേഖലകളിൽ പറഞ്ഞു കാണും, എഴുതി വെച്ചും കുറിച്ചു വെച്ചും അറിയാവുന്നവരുടെ പങ്കിട്ടും ഒക്കെ പ്രാർത്ഥിച്ചു കാണും. എല്ലാ പ്രാർത്ഥനകൾക്കും ഫുൾ സ്റ്റോപ്പായി. എന്തിനാ? ഇവർ രണ്ടുപേരും കുറേ നാൾ ഒടുവിലും പ്രാർത്ഥിച്ചു, ഇപ്പം അതും നിർത്തി. അവരുടെയും പ്രാർത്ഥനയിൽ നിന്ന് ആ ലിസ്റ്റ് ഔട്ടായി. അന്നേരം ആ കർത്താവ് ആ വീട്ടിലേക്ക് വരിക, ആ വ്യക്തിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, സക്കറിയാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഉത്തരമായി, ഉത്തരമായി. ഈ വലിയ മനുഷ്യൻ, ഈ ദൈവ മനുഷ്യൻ, ഇന്ന് വരെ ദൈവത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാത്തവൻ, ആയുസ്സിൽ ആദ്യമായിട്ട് ഇടറിയ ഖണ്ഡത്തോടെ ഒരു ചോദ്യം, ദൈവമേ, ഏത് പ്രാർത്ഥനയ്ക്കാ, ഏത് പ്രാർത്ഥനയ്ക്കാ? പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരെണ്ണം മുൻപിലുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇനി അതിനു വേണ്ടി ഞങ്ങൾ എന്നേ നിർത്തിയതാ പ്രാർത്ഥന. ഇന്ന് പകൽ നിർത്തിയ ചിലത്, ഫുൾ സ്റ്റോപ്പ് ഇട്ട ചിലത്, ഇനി നടക്കത്തില്ലെന്ന് ലോകം പറയുന്ന ചിലത്, ഉദാര വൈഷാമന ധാര ഹസ്തന, ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന വാർത്തയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ദൈവം പറയുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നത് ഞാൻ വിശ്വസിക്കും, കർത്താവ് പറയുന്നത് ഞാൻ ഏറ്റെടുക്കും, അവൻ്റെ ശബ്ദം ഞാൻ വിശ്വസിക്കും, അവൻ്റെ ശബ്ദം ഞാൻ അംഗീകരിക്കും. അവൻ ഭോഷ്ക് പറയാത്തവനാ, അവൻ വിശ്വസ്തനാ. ഓ ഉടാര ബാല ചന്ദര അടാര ഹസ്തര ജല. ആരാധിച്ചാട്ടെ. ഇന്ന് പകൽ ചില മുഖമൊടിയട്ടെ, ചില രേഖകൾ മായ്ക്കപ്പെടട്ടെ, ശത്രുവിൻ്റെ ചില കെട്ടുകൾ, ചില അതിർവരമ്പുകൾ ഇന്ന് പകൽ പുറന്തള്ളപ്പെടട്ടെ. ധുരാമന ധൈഡ രാജ അർദ്ധര ധുരിയ ശകല ഘടക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ ലോകത്തിൻ്റെ മുമ്പിൽ നീ ഭോഷണ. നിന്റെ ചില ഡിസിഷൻ നീയും ദൈവമായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും. കേൾക്കുന്നവർ നിന്നോട് പറയും, നിന്നെപ്പോലൊരു മണ്ടനുണ്ടോ? എൻ്റെ പൊന്നു സഹോദരാ, നിങ്ങളെന്തോ ഈ ചെയ്യേ? നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചൊരു ചിന്തയില്ലേ? നിങ്ങളുടെ വീടിനെക്കുറിച്ചൊരു ചിന്തയില്ലേ? നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊരു ചിന്തയില്ലേ? യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒക്കെ നിൻ്റെ നേരെ അങ്ങനെ വിരൽ ചൂണ്ടി ഇന്നലകളിൽ നിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണെങ്കിൽ, നീ ഭോഷനാണെന്നോ ലോകം പറഞ്ഞേക്കട്ടെ. പക്ഷെ നീ ആരാണെന്ന് അടുത്ത ദിവസങ്ങളിൽ ദൈവം തെളിയിക്കുന്ന ദിവസങ്ങളുണ്ട്. അതിവിദൂരമല്ലാതെ ചില നിർണായക വിടുതലുകൾ, ചില നിർണായക നന്മകൾ, ചില നിർണായക മറുപടികൾ ദൈവം നിന്റെ കൂടാരത്തിൽ ഉയർത്തുമ്പോൾ നീ സേവിക്കുന്ന ദൈവം ആരെന്നറിയും. ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ മൗനമായിരിക്കരുത്. ആത്മാവിൻ്റെ വിടുതലിനെ ഇന്ന് പകൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. ഓ റിഗമന ഹദല അഡര ഹസ്തര ജല അഡൽഖനാധിയ രഗന അഡാരിഗന ഹക്ഷസിയ. എല്ലാ നുകക്കയറുകളെ, അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ ശാസിക്കുകയോ. Glory to God. അറിയാതെ ആ മനുഷ്യൻ ചോദിച്ചു, ഏത് പ്രാർത്ഥനയ്ക്കാ? 18-ാം വാക്യത്തിൽ അങ്ങനെയാ.
എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് വിശ്വസിക്കാനോ ഇത് ഏറ്റെടുക്കാനോ ഇതിനു വേണ്ടി സ്തോത്രം ചെയ്യാനോ ഇനി ഞങ്ങൾക്ക് ശക്തിയില്ല. റോമാലേഖനം 4-ാം അധ്യായം വായിക്കണ്ട, 16-ാം വാക്യത്തിൽ ഒരു വലിയ മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. പേര് അബ്രഹാം എന്ന. ജടാനര ബാധിച്ച് ശരീരം കുനിഞ്ഞ് കൈകാലുകൾക്ക് അല്പം വിറയലൊക്കെ ആരംഭിച്ച്, മതി യഹോവേ, നീ എനിക്ക് എൻ്റെ മുൻപാകെ തന്നിരിക്കുന്ന ഇസ്മായേൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുവൻ. ശാലക്കരാധര. തൃപ്തിയായിട്ടാണോ അബ്രഹാമേ ആ പദം? അല്ല. അകത്തൊരു നീറലുണ്ട്, അകത്തൊരു വേദനയുണ്ട്. പല വാക്കുകളും തൃപ്തിയെന്നല്ല, പക്ഷെ അവിടം കൊണ്ട് അടങ്ങാമെന്ന് തന്നോട് തന്നെ താൻ പറഞ്ഞു ഒതുക്കുക. കാരണം താൻ ഇറങ്ങി തിരിച്ചത് കൽദേരുടെ പട്ടണമായ ഊരിൽ വീടും വീട്ടുകാരും നാടും നാട്ടുകാരും ചർച്ചക്കാരും, എൻ്റെ വിശ്വാസമാണ്, ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും, അന്വേഷിക്കും, ആള് വിട്ട് ചോദിപ്പിക്കും, എങ്ങനെയുണ്ട് നമ്മുടെ അബ്രഹാം. എല്ലാവരെയും വിട്ടിറങ്ങിയെന്നാ. ഒരുപക്ഷെ താൻ ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷെ തൻ്റെ ക്ഷേമം ചിലരൊക്കെ അവിടങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. അവരോട് പറയാനെങ്കിലും, അവരോട് ഉത്തരം കൊടുക്കാനെങ്കിലും ഈ വീട്ടിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഉണ്ടായതാ ഒരു ഇസ്മായേൽ. രക്തം ജയം. അവനിൽ തൃപ്തിയടയാൻ കാത്തിരിക്കുന്ന ഈ വലിയ മനുഷ്യനോട് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ തൻ്റെ കൂടാരത്തിന് മുൻപിൽ അയച്ചിട്ട് ഒരു ദിവസം വിളിച്ചു പറയുക, അബ്രഹാമേ, അബ്രഹാമേ, എൻ്റെ ദാസനായ അബ്രഹാമേ, നിന്റെ ഒരു വിഷയത്തിൻ്റെ മറുപടി നാളുകളായി പെൻഡിങ്, അത് അടുത്ത ആണ്ടിൽ നിറവേറാൻ പോകുക. അതുകൊണ്ട് ആ റോമാലേഖനത്തിൽ എഴുതിയത്, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ഏകദേശം 100 വയസ്സ് പ്രായം ചെന്നിട്ടും യേശുവിൻ്റെ നാമത്തിൽ, എനിക്കറിയത്തില്ല ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ആഴത്തിൽ ചില ദൂതുകൾ ഇടപെടുക. നിങ്ങളുടെ അരികിൽ ഇറങ്ങി വന്നൊരു പ്രവാചക ശബ്ദത്തിൽ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാൻ എനിക്ക് നിയോഗമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നീ തയ്യാറായാൽ നിർജീവമായ, അസാധ്യമായ, ചലനമറ്റ് കിടക്കുന്ന, സാധ്യതയില്ലാത്ത ചില മേഖലകളിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തിൻ്റെ കാറ്റിനെ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം നിനക്കായി നിന്റെ കൂടാരത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്. ഷാധാരബല അടരഹത്തുരാജല അടൽക്കനാധികാരഗട അധൂരിയ രഹസ്യ. ആരാധിച്ച് ഇന്ന് പകൽ വചനത്തെ ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ, വചനത്തിൻ്റെ മുൻപിൽ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവൻ വിശ്വസ്തന, അവൻ വിശ്വസ്തന, അവൻ ആർക്കും കടക്കാരനല്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതേ പുസ്തകത്തിൽ 34-35 വാക്യങ്ങളിൽ മറ്റൊരു സഹോദരി നിപ്പുണ്ട്. കുടുംബസ്ഥയല്ല, വിവാഹാലോചന കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവിടെ വീട്ടിൽ വന്നൊരു ദൂത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അമ്പരന്ന് പോയി. മനുഷ്യരുടെ മുമ്പിൽ നിന്നയും പരിഹാസവുമാകാവുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആവർത്തിച്ച് പറയുക. കർത്താവ് അവിടെ പറഞ്ഞേക്കുന്നൊരു പദപ്രയോഗമുണ്ട്, അത്യുന്നതൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ. ആ വചനത്തിൻ്റെ സ്തോത്രം പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തിൽ വരുമെന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ മക്കളെ തൊടുമെന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ സങ്കടത്തെ തൊടുമെന്ന്
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ള ലിമിറ്റേഷനെ നീ പരിമിതപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവിന് ലിമിറ്റേഷൻ ഇല്ല, പരിശുദ്ധാത്മാവിന് പരിധികളില്ല, പരിശുദ്ധാത്മാവിന് അതിർവരമ്പില്ല. അതിൻ്റെ പ്രവൃത്തിയെ ആഴത്തിൽ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ ഇന്നും അത്ഭുതം പ്രവർത്തിക്കും. രമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് കാണാതറിയാവുന്ന എന്തുവാ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. കർത്താവ് ഇന്നിപ്പോൾ പറയുക, അല്ലെന്നേ, വാ തുറന്നു പറ, ഒരു ശുഭഭാവിയുണ്ട്, പ്രതീക്ഷയ്ക്ക് എനിക്ക് വകയുണ്ട്, ദൈവം അത്ഭുതം ചെയ്യും. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ബലത്തിന് വേണ്ടി അടുത്തിരിക്കുന്ന ആളിനോട് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ ആളിനെ ഒന്ന് തൊട്ടിട്ട് പറ, പ്ലീസ്, എൻ്റെ പ്രിയപ്പെട്ട അങ്കിളെ, എൻ്റെ പ്രിയ ആൻറ്റി, എൻ്റെ പ്രിയ സഹോദരി, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, ദൈവം വീര്യപ്രവൃത്തിയുടെ ദൈവമാ, ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാ. ഞങ്ങൾ വളഞ്ഞവട്ടം സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു 15 വർഷത്തിന് മുമ്പിലത്തെ ഒരു സംഭവം. സഭയിലെ ഒരു സഹോദരനും കുടുംബം കുവൈറ്റിലാണ്. PCK ചർച്ചിലെ ഫാമിലിയാണ്. ഞങ്ങളുടെ ചർച്ചിലെ വളരെ ആക്റ്റീവായൊരു കുടുംബം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി കുടുംബം, അവർ TPM-കാരാണ്. TPM-കാരുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. ഏത് വിഷയം വന്നാലും ആശുപത്രിയിൽ പോയി ഒരു പാസ്റ്ററും പ്രാർത്ഥിക്കത്തില്ല. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നാൽ പ്രാർത്ഥിക്കും. അല്ലാതെ ഒരു പാസ്റ്ററേയും, TPM-ലെ ഒരു പാസ്റ്ററും ഒരു വിശ്വാസികളുടെയും ആശുപത്രിയിൽ ചെന്നുള്ള പ്രാർത്ഥനയില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ചെയ്യാനും പറ്റത്തില്ല, ചെയ്തേ ഒക്കൂ. കോട്ടയ ഭാഗത്തോട്ട് ഞാൻ വരുന്നില്ല, അത് തിന്മയൊന്നുമല്ല, നല്ലതുമാണ്. ഈ വീട്ടിലെ ഇളയ മോൾ, ആ മകൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുക. കുഞ്ഞുണ്ടായി, സായിപ്പിൻ്റെ ഹോസ്പിറ്റലാണ്. കുഞ്ഞ് ജനിച്ചതേ അതിൻ്റെ ഹാർട്ടും അതിനോട് ചേർന്ന എല്ലാ ഓർഗൻസും ഓപ്പോസിറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ വേണ്ടതെല്ലാം ലെഫ്റ്റിലും, ലെഫ്റ്റ് സൈഡിൽ വേണ്ടതെല്ലാം റൈറ്റിലും. ഈ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുക. പുറത്തെടുത്ത ആ സമയം മുതൽ ബ്രീത്തിങ് വലിയ പ്രോബ്ലമായി. ഡോക്ടേഴ്സ് പറഞ്ഞു ചില മണിക്കൂറുകൾ ഒരുപക്ഷെ ജീവിച്ചേക്കാം. അവരെല്ലാ അന്വേഷണത്തിന് ഒടുവിൽ പറഞ്ഞു, ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അതിനൊരു ശസ്ത്രക്രിയയുണ്ട്, അതിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയേക്കാം. അതിനുവേണ്ടി ആ കുഞ്ഞിനെ കൊണ്ടുവരണമെങ്കിൽ വെന്റിലേറ്ററുള്ള ആംബുലൻസ് വേണം. ഇന്നല്ല, 15 വർഷം മുമ്പാണ്. അന്ന് വെന്റിലേറ്ററുള്ള ആംബുലൻസ് അമൃതായിക്കുണ്ട്. ഇവിടുന്ന് ആ ആംബുലൻസ് അവിടെ വന്ന് തിരുവല്ലായിൽ വന്ന കുഞ്ഞിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് വെന്റിലേറ്ററുള്ള ആംബുലൻസിന് അവർ അന്വേഷണം നടത്തിയപ്പോൾ അന്ന് ആംബുലൻസ് കിട്ടത്തില്ല, പിറ്റേ ദിവസമേ കിട്ടത്തുള്ളൂ. അതുപോലെ ബുക്കിംഗാണ്. അവരാകെ തളർന്ന് ഭാരപ്പെട്ടിരിക്കുന്നു. ചില മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ പ്രാണൻ പോകുമെന്നാണ് ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞത്. ഞങ്ങളെ വിവരം അറിയിച്ചു. ഞങ്ങൾ സഭയിലെ ചില സഹോദരങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ സഭയിലെ വിശ്വാസിയുടെ വീട്ടിൽ, അവരുടെ സങ്കടം, കാരണം അവരുടെ സഹോദരിയുടെ വിഷയം അവരതുപോലെ തകർന്ന് മുറിഞ്ഞിരിക്കുക, ഞങ്ങൾ ഒന്നിച്ച് ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. ഞങ്ങളുടെ ചർച്ചിലെ ഒരു 6-7 അങ്കിളുമാരും സഹോദരങ്ങളും ഒരുമിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് ആ വീട്ടിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഒരു ആത്മമണ്ഡലം വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. ഇതുവല്ല ആരാണ്ട് കേൾക്കോ? ഇതുപോലൊരു മണ്ടനായ പാസ്റ്റർ വല്ലതും പറഞ്ഞാൽ. പക്ഷേ ഈ വീട്ടുകാർ ചോദ്യം ചെയ്യാത്തവരായിരുന്നു. അവർ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥന അവിടെ നിർത്തി. നേരെ തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രിയിൽ ചെന്നു. ആ അനിയത്തിയെയും കുടുംബത്തെയും കണ്ടു. അവരോട് വിവരം പറഞ്ഞു. അവർക്കും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് നിൽക്കുകയാണ്. അവരും വിശ്വാസത്തിൻ്റെ ഒരു കാൽ ചുവട് മുമ്പോട്ട് വെച്ചു. കൃപയാൽ ഞാൻ നിങ്ങളോട് പറയാം, ആ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അവിടുന്ന് ഡോക്ടർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. ആ കുഞ്ഞുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു.
നിങ്ങൾ വിചാരിക്കും ഇനി പാസ്റ്റർ പറയാൻ പോകുന്നത് ഇടത്ത് സൈഡിലത്തെ ഹാർട്ടെല്ലാം തിരിച്ചിടത്ത് വന്നു, വലത്തേതൊക്കെ വലത്ത് വന്നു, നമ്മുടെ പാസ്റ്റർ അത്ഭുത മന്ത്രിയാന്നൊക്കെ പറയാൻ. അല്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഒന്ന് സംഭവിച്ചു. കർത്താവ് ആ കുഞ്ഞിനെ അന്ന് തൊട്ടു. അവരുടെ വിശ്വാസത്തെ ദൈവം ആദരിച്ചു. ഇന്ന് ആ കൊച്ചിനൊരു 16-15 വയസ്സുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവളായി. ഒരു ബ്രീത്തിങ് പ്രോബ്ലവും ഇല്ല. അതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു വിക്സ് പോലും ആ കുഞ്ഞിന് പുരട്ടേണ്ടി വന്നിട്ടില്ല. ദൈവം ചെയ്ത അത്ഭുതം പറയാനാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുക, വൈദ്യശാസ്ത്രം കൈ മലർത്തുമ്പോഴും സ്വർഗത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമായിട്ട് വരും. ലോകം നിന്നോട് നോ എന്ന് പറയുമ്പോഴും തുറന്നിരിക്കുന്നൊരു വാതിൽ നിനക്ക് വേണ്ടി മീതെ സ്വർഗത്തിലുണ്ട്. എല്ലാ വഴിയും നിന്റെ മുൻപിൽ അടയുമ്പോഴും അത്ഭുതം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഒരിക്കൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറഞ്ഞിട്ട് ഞാൻ ഉപവസിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരന്, അദ്ദേഹം ഖത്തറിലാണ് അന്ന് ജോലി. പിന്നീട് അമേരിക്കയിൽ പോയി. അദ്ദേഹം ഖത്തറിലാണ് ജോലി. അദ്ദേഹം അവധിക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ചെങ്ങന്നൂരാണ്. അദ്ദേഹത്തിൻ്റെ വീട് മുളക്കഴക്കാരനാണ്. അവർ മുളക്കഴ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി പോയി ബസ് കയറി നേരെ വന്നു. ആ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ BP ഹൈ ആയി, വൺ സൈഡ് പാരലൈസ് ആയി. അദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷയും വല്ലാതെ തകർന്ന് തരിപ്പണമായി. 5 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഖത്തറിൽ പോകേണ്ട ആളാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ ബസ്സിൽ നിന്ന് ആൾക്കാരെ സ്ട്രെച്ചറിൽ ഇറക്കി ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ ആദ്യം കയറ്റി. അവിടുന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നു. ഞാൻ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ എനിക്കൊന്ന് 12ാം ദിവസമായി സംഭവം. ആ ആഴ്ച കർത്താവ് അദ്ദേഹത്തോട് ചില ദൂത് പറഞ്ഞിരുന്നു കേട്ടോ. ദൈവം ചിലതൊക്കെ അറിയിച്ച് ചിലത് ചെയ്യും. ചിലതൊക്കെ അറിയിക്കുമ്പോൾ ഏറ്റെടുത്താലും അനുഗ്രഹമാണ്. ഞാൻ ചുരുക്കി പറയാം, ആ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ ചെന്ന് കണ്ട് എല്ലാ ദിവസവും ഫാസ്റ്റിംഗ് പ്രയർ ഉച്ചയ്ക്കത്തെ ബ്രേക്ക് ചെയ്തിട്ട് ഞാനും 3-4 സഹോദരന്മാരും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലും. അദ്ദേഹത്തെ കണ്ട് എല്ലാ ദിവസവും വചനം പറയും, കൈവച്ച് പ്രാർത്ഥിക്കും. വചനം പറയും, കൈവച്ച് പ്രാർത്ഥിക്കും. ചുരുക്കി പറയാം, 35ാമത്തെ ദിവസം, ഉപവാസത്തിൻ്റെ 35ാം ദിവസം അദ്ദേഹം ആരോഗ്യവാനായി. ഒരു സൈഡ് കംപ്ലീറ്റ് മുഖമെല്ലാം കോടി, കൈയും കാലും തളർന്ന് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആ മനുഷ്യനെ ആരോഗ്യവാനായി എഴുന്നേൽപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഹോളിലിരുത്തി ആ ദിവസങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് 40ാം ദിവസം ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ് അദ്ദേഹം 2 കൈയും വീശി കാലുറപ്പിച്ച് നടന്ന് പിന്നെ ഖത്തറിൽ പോയി, പിന്നെ കുടുംബമായിട്ട് അമേരിക്കയിൽ പോയി. ഞാൻ ഇന്ന് പകൽ പറയുന്നത്, എൻ്റെ കർത്താവ് ഇന്നും അത്ഭുത മന്ത്രിയാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, അവൻ്റെ കരം കുറുകിയിട്ടില്ല. ആമേൻ. യെരമ്യാ പ്രവാചകനിലൂടെ വിളിച്ചു പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ അവ തിന്മയ്ക്കല്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രവാചകനിലൂടെ, എസെക്കിയേൽ പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം പറയാം, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. തീർന്നില്ല. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ജീവിക്കേണ്ടതിന്. ഇന്ന് പകൽ മരിക്കാനല്ല, ജീവിക്കാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ പറയാം, ലോകപ്രകാരമുള്ളൊരു ജീവിതമല്ല ഞാനിവിടെ പറയുന്നത്. ഇന്ന് പകലും ഒരാത്മീകനായി ജീവിക്കാൻ നിന്നെ വിളിച്ചിരിക്കുക. ഒരു വിശുദ്ധനായി ജീവിക്കാൻ നിന്നെ വിളിച്ചിരിക്കുക. ഒരു വ്യത്യസ്തനായി ജീവിക്കാൻ നിന്നെ വിളിച്ചിരിക്കുക. നീയും ലോകക്കാരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യസ്തനായി ജീവിക്കാനാ നിന്നെ വിളിച്ചത്. അതിനാ നിന്റെ മേൽ എന്തോ പകരുന്നേ? ആത്മാവിനെ പകരുന്നത്. എന്തിനാ ആത്മാവിനെ പകർന്നത്? അന്യഭാഷ പറഞ്ഞു നിർത്താനാണോ? ആരാധിച്ച് അവസാനിപ്പിക്കാനാണോ? അല്ലെന്നേ, ജീവിക്കാൻ വേണ്ടിയാ. ആത്മീകനായി ജീവിക്കാൻ, പാപത്തോട് പോരാടാൻ, പാപത്തെ ജയിക്കാൻ. അതിനാ നിന്റെ മേൽ തൻ്റെ ആത്മാവിനെ തന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ഈ ആത്മശക്തിയെ കൊതിക്കാൻ നീ തയ്യാറാകാമോ? ആത്മശക്തി പ്രാപിച്ചിട്ടില്ലാത്തവരോട് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം.
ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ആത്മശക്തി എനിക്ക് അനിവാര്യമാണ്, എനിക്ക് ആവശ്യമാണ്, എനിക്കതിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവിന് നിയന്ത്രിതമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പറിച്ചു കളയും, മുടിച്ചു കളയും, ഇല്ലാതാക്കും എന്ന് ശത്രു വാദിച്ചു. ദൈവം പറയാ, ഇല്ലെന്നേ, നീ ഇനിയും അല്പകാലം കൂടെ ജീവിച്ചിരിക്കും, നീ സ്വദേശത്ത് പാർക്കും, നിന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം ഇനിയും നിനക്ക് മുൻപോട്ട് പോകാനുണ്ട്. നിന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുന്നതിന് മുൻപ് നിന്നെ ഒടിച്ചോ പറിച്ചോ കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ ഒടിച്ചു കളയുമെന്നോ പറിച്ചു കളയുമെന്നോ പിശാച് വാദിച്ചേക്കാം. ദൈവാത്മാവ് പറയുക, ഇല്ല. യെരമ്യാവിനോട് പറഞ്ഞ അതേ ദൈവം, എസെക്കിയേലിനോട് പറഞ്ഞ അതേ ദൈവം നെഹമ്യാവിനോട് ഒരിക്കൽ പറഞ്ഞു. നെഹമ്യാവ് വിളിച്ചു പറഞ്ഞു, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകയില്ല. എത്ര വലിയ പ്രതികൂലം വന്നാലും അതിൻ്റെ നടുവിൽ ആമേൻ അസ്തമിപ്പിക്കുമെന്ന് വാദിക്കുന്ന അന്ധകാര ശക്തിയുടെ മുൻപിൽ അവസാനിക്കാനുള്ളവനല്ല നീ. ഇന്ന് പകൽ തിരിച്ചറിയ, നിന്റെ വിളി വലുതാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുക, ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാനത് നിവർത്തിച്ചുമിരിക്കുന്നു. ദൈവം പറഞ്ഞാൽ വരവണ്ണം മാറത്തില്ല. അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ഇന്നും നമ്മൾ പാടി. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അവൻ വിശ്വസ്തനാ. അവൻ തലമുറയായി നമ്മുടെ സങ്കേതമാ. അവൻ്റെ വാഗ്ദത്ത വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ശാന്തോറിയാലബന അടൽക്കന സിതര. യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിന് മുൻപിൽ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ഭംഗം വന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, ശത്രു നിന്നോട് വാദിക്കുന്ന ചില മേഖലകൾ. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ഒരു പുതിയ സ്റ്റെപ്പ്, ഒരു പുതിയ കൈയെഴുത്ത്, ഒരു പുതിയ മേലെഴുത്ത്, ഒരു പുതിയ റെക്കോർഡ്, ഒരു പുതിയ ഫയല്, ഒരു പുതിയ ഓപ്പണിങ് നിനക്കായി ദൈവം ചെയ്യാൻ പോകുക. ഇന്ന് പകൽ വിധിക്കപ്പെട്ട വിധിയെഴുത്തുകളെ കണ്ട് ഭാരപ്പെട്ട് ക്ഷീണിക്കാനല്ല, വിശ്വാസത്തിന്റെ വാക്ക് ഇന്ന് പകൽ വിളിച്ചു പറ. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് വിളിച്ചു പറയുക, യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയായ ദൈവം, വീരനാം ദൈവം, സമാധാന പ്രഭുവായ ദൈവം, നിത്യപിതാവായ ദൈവം. ഹല്ലേലൂയ. പൗലോസ് പറയുക, അവൻ ധന്യനായ ഏകാധിപതിയാ, അവൻ രാജാതിരാജാവാ, താൻ മാത്രം അമർത്യതയുള്ളവനാ, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ, അവൻ ഇന്ന് പകൽ നമുക്കായിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ.